ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. ഉത്താനപാദരുടെ പുത്രനാം ധ്രുവൻ ഉത്തമരൂപനെ തപസ്സു ചെയ്താൻ. ഉത്തമ ഭക്തിയാൽ ജപിച്ച മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാൻമുഖപുത്രനാം ശ്രീനാരദൻ പണ്ടു നാരായണ പാദം സ്മരിച്ചു ഭക്ത്യാ. നാവിലായി നിത്യവും ചേർത്ത മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭക്തനാം പ്രഹ്ലാദൻ നാരദ ശിഷ്യൻ ഭക്തിയോടുച്ചത്തിൽ പാടിയിടുന്നു. ഭക്തസംരക്ഷകൻ തന്റെ മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗോലോകപാലകൻ ഗോകുലേശൻ കൊക്കളോടൊത്തു കളിച്ചിടുമ്പോൾ ഗോപതി നന്ദനും ചൊല്ലി മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. വാദപുരീശ്വര സന്നിധാനം തന്നിൽ വാതാലയേശനെ ഒരുക്കിയിടുമ്പോൾ വാക്കുമുറിഞ്ഞു മേൽശാന്തി പാടും ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സപ്താഹവേദിയിൽ നമ്മളെല്ലാം സപ്ത മനസ്സുമായി ചൊല്ലിയിടുന്നു. സപ്തർഷി വൃന്ദവും പാടിയിടുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഹര ഹര നമ പാർവതീപതയേ ജാനകീകാന്തസ്മരണം ഗോപികാ ജീവനസ്മരണം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃൽ കൃഷ്ണായ ദത്തം മന. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. പൊന്നുഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് ധ്രുവൻ്റെ കഥയുമായി ബന്ധപ്പെട്ട ദ്വാദശാക്ഷരി മന്ത്ര കീർത്തനത്തോടുകൂടിയാണ് ഇന്ന് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരോപാസനയുടെ 908 ദിവസം ആരംഭിക്കുന്നത്. ഇവിടെ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ അക്ഷരപൂജ ആരംഭിച്ചിട്ട് 908 ദിവസങ്ങൾ പൂർത്തീകരിക്കുന്നു. ശ്രീമദ് ഭാഗവതം ദ്വാദശ സ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ അനുസ്മരിച്ചത്. 9-ാമത്തെ സ്കന്ധം മുതൽ ആരംഭിച്ച വൈവസ്വതമനുവിൽ നിന്നുണ്ടായ ഇന്ദുവംശത്തിലെയും അതേപോലെ തന്നെ രവിവംശത്തിലെയും അല്ലെങ്കിൽ ചന്ദ്രസൂര്യവംശങ്ങളിലെ രാജാക്കന്മാരുടെ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വൈവസ്വതമന്വന്തരത്തിൽ ചന്ദ്രസൂര്യവംശങ്ങളെ ആശ്രയിച്ച് ജനിച്ച ആളുകൾ, ഇനി ജനിക്കാനിരിക്കുന്ന ആളുകൾ, ഇപ്പോൾ ഉള്ള വർത്തമാന കാലഘട്ടത്തിലുള്ള ആളുകൾ, ഇങ്ങനെയുള്ള രാജാക്കന്മാരുടെ കഥ മുഴുവൻ പരീക്ഷത്തെ ഞാൻ അങ്ങക്ക് പറഞ്ഞു തന്നു. ആരഭ്യ ഭവതോ ജന്മ യാവന്നന്ദാഭിഷേചനം ഏതദ് വർഷസഹസ്രം തു 115. ഭവതഃ ജന്മ ആരഭ്യ, അങ്ങയുടെ ജന്മം മുതൽ, യാവത് നന്ദാഭിഷേചനം, നന്ദൻ്റെ അഭിഷേകം വരെയുള്ള, ഏതത് വർഷസഹസ്രം, ഈ 1000 വർഷവും, 100 100, 15 15 അധികരിച്ചതും ആണ് എന്ന് പറയുന്നു. അപ്പോൾ 1000 100 15. എൻ്റെ കാലം മുതൽ ചന്ദ്രവംശം വരെ എത്ര നിലനിൽക്കും എന്ന് പരീക്ഷത്തിന് സംശയമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ശ്രീ ശിവബ്രഹ്മർഷി അത് പറഞ്ഞത്. അങ്ങയുടെ ജനനം മുതൽ ഇപ്പതാ നന്ദൻ്റെ അഭിഷേകം വരെയുള്ള കാലം 1000 100 15 1115 വർഷമാണ്. ഇത്രയും കാലമാണ് ചന്ദ്രവംശം നിലനിൽക്കുക എന്നുള്ളത് അവിടെ സൂചിപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു, അടുത്തതായിട്ട് പറയുന്നു, സപ്തർഷീണാം തു യൗ പൂർവൗ ദൃശ്യത്തെ ഉദിതൗ ദിവി തയോസ്തു മധ്യേ നക്ഷത്രം ദൃശ്യത്തെ യൽ സമം നിശി. സപ്തർഷീണാം പൂർവൗ, സപ്തർഷികളുടെ മധ്യത്തിൽ മുമ്പിലായി, ദിവി യൗ ഉദിതൗ, ആകാശത്തിൽ യാതൊരുവർ ഉദിച്ചവരായിട്ട് ദൃശ്യത്തെ കാണപ്പെടുന്നുവോ, തൈ മധ്യേ, അവരുടെ മധ്യത്തിൽ, നിശി യത് നക്ഷത്രം, ഏതൊരു നക്ഷത്രം, സമം ദൃശ്യത്തെ, സമരേഖയിൽ കാണപ്പെടുന്നുവോ, തേനൈത ഋഷയോ യുക്താസ്തിഷ്ഠന്ത്യബ്ദശതം നൃണാം തേ ത്വദീയേ ദ്വിജാഃ കാലേ അധുനാ ചാശ്രിത മഖാഹ. തേന യുക്ത, അതോടുകൂടിയിരിക്കുന്ന, ഏതേ ഋഷയ, ഈ ഋഷികൾ, നൃണാം അബ്ദശതം, മനുഷ്യരുടെ 100 വർഷക്കാലം, തിഷ്ഠന്തി, സ്ഥിതി ചെയ്യുന്നു, തേ ദ്വിജാഹ, ആ ദ്വിജന്മാർ, അധുന,
ത്വദീയേ കാലേ അങ്ങയുടെ കാലമായ ഇപ്പോൾ മഖാ ആശ്രിതാഹ മഖങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ശ്രീ ശിവബ്രഹ്മർഷി പറയുകയാണ്, കലിയുഗത്തിൻ്റെ ആരംഭം, അഭിവൃദ്ധി അത് അറിയാൻ ഉപകരിക്കുന്ന കാലം കാണിക്കുകയാണ്. കാളകളെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ നുകം നിലത്ത് വയ്ക്കും അല്ലേ, അല്ലെങ്കിൽ വണ്ടി. ആ വണ്ടിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന 7 നക്ഷത്രനിര സപ്തർഷി മണ്ഡലം എന്നറിയപ്പെടുന്നു. അപ്പോൾ നിലത്ത് നിർത്തിയിരിക്കുന്ന വണ്ടിയുടെ ആ മുൻഭാഗം താണും ക്രമേണ ആ കോൽമരം ഉയർന്നും ആണ് ഇരിക്കുക അല്ലേ. അപ്പോൾ ആ മുൻഭാഗം എന്ന് പറയപ്പെടാവുന്ന സ്ഥാനത്തിൽ അല്പം ഉയർന്ന രേഖയിൽ കാണപ്പെടുന്ന നക്ഷത്രമാണ് മരീചി. അങ്ങനെ മരീചി, അത്രി, അങ്കിരസ്, ആ വസിഷ്ഠൻ തുടങ്ങിയവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ പറയണു അതിൻ്റെ പിന്നിൽ അല്പം താണിരിക്കുന്നത് നുകത്തിൻ്റെ സ്ഥാനം എന്ന് കണക്കാക്കപ്പെടാവുന്ന രേഖയിൽ കാണപ്പെടുന്ന നക്ഷത്രമാണ് വസിഷ്ഠൻ. അരികത്ത് ഒരു ചെറിയ നക്ഷത്രം കാണാം വസിഷ്ഠൻ്റെ, അല്ലെങ്കിൽ വസിഷ്ഠ നക്ഷത്രത്തിൻ്റെ. അത് വസിഷ്ഠൻ്റെ ഭാര്യയായ അരുന്ധതിയാണ് എന്ന് പറയുന്നു. പിന്നെയോ വസിഷ്ഠൻ്റെ പിന്നിൽ കുറേ കൂടി ഉന്നതമായ രേഖാസ്ഥാനത്തിലാണ് അങ്കിരസ്. ഈ 3 മഹർഷിമാരും മുമ്പിൽ കോൽമരത്തിൻ്റെ സ്ഥാനമെന്ന് വിചാരിക്കപ്പെടാവുന്ന ഊർധ്വരേഖയിൽ നിൽക്കുന്നു. അങ്കിരസിൻ്റെ പിന്നിലായിട്ട് അവിടെ പറയുന്നു ആ ചതുരശ്രാകൃതിയിൽ 4 നക്ഷത്രങ്ങൾ. ഈശാനകോണിൽ അത്രി, അതിൻ്റെ തെക്കുഭാഗത്ത് പുലസ്ത്യൻ, പുലസ്ത്യൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് പുലഹൻ, വടക്കു ഭാഗത്ത് ക്രതു. അപ്പോൾ മരീചി, വസിഷ്ഠൻ, അതേപോലെ തന്നെ അങ്കിരസ്, അതിനുശേഷം പറഞ്ഞു അത്രി, പുലസ്ത്യൻ, പുലഹൻ, ക്രതു. ഇതാണ് സപ്തർഷികൾ. ഇങ്ങനെ ആകാശത്തിൽ നക്ഷത്രസ്വരൂപന്മാരായി പ്രകാശിക്കുന്നു സപ്തർഷികൾ. ഉദയ സമയത്ത് ആദ്യം പ്രകാശിച്ച് കാണപ്പെടുന്ന 2 പേർ പുലഹനും ക്രതുവുമാണെന്നും അവരുടെ മധ്യത്തിൽ തെക്കുവടക്കായിട്ട് സമരേഖയിൽ അശ്വിന്യാദികളാകുന്ന നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒരു നക്ഷത്രവും ഉണ്ടാകും എന്ന് പറയുന്നു. ആ നക്ഷത്രത്തോട് യോജിച്ചിരിക്കുന്ന ഋഷികൾ അതേ നിലയിൽ തന്നെ മനുഷ്യരുടെ 100 വർഷക്കാലം, നൃണാം അബ്ദശതം, മനുഷ്യരുടെ 100 വർഷക്കാലം അങ്ങനെ നിൽക്കും. പിന്നെ ആ സ്ഥാനത്ത് മറ്റൊരു നക്ഷത്രം വരും. അങ്ങയുടെ കാലമായ ഇപ്പോൾ ആ സ്ഥാനത്ത് കാണപ്പെടുന്ന നക്ഷത്രം മകമാണ്. ഈ സന്ദർഭത്തിലാണ് കലികാലം ആരംഭിക്കുന്നത് എന്ന് മനസ്സിലാക്കൂ, പറഞ്ഞു കൊടുക്കുകയാണ്. വിഷ്ണോർ ഭഗവതോ ഭാനു കൃഷ്ണാഖ്യോസൗ ദിവം ഗത തദാ വിശൽ കലിർലോകം പാപേ യദ്രമതേ ജനാ. ഭഗവതഃ വിഷ്ണോഹോ, ഭഗവാനായ വിഷ്ണുവിൻ്റെ വീര്യം, യശസ് തുടങ്ങിയ 6 ഭഗങ്ങൾ ആരിൽ സമ്മേളിച്ചിരിക്കുന്നു അയാളാണ് ഭഗവാൻ. പലയിടത്തുമായിട്ട് നമ്മൾ പറഞ്ഞു. അങ്ങനെയുള്ള ഭഗവാനായ വിഷ്ണു, ആ വിഷ്ണുവിൻ്റെ ഭാനു പ്രകാശസ്വരൂപമാണ് കൃഷ്ണാഖ്യ അസൗ, കൃഷ്ണൻ എന്നുപേരായ ഈ ശ്രീകൃഷ്ണൻ. യഥാ ദിവം ഗത, ആ ശ്രീകൃഷ്ണൻ എപ്പോഴാണോ സ്വർഗത്തെ പ്രാപിച്ചത്, അല്ലെങ്കിൽ എപ്പോഴാണോ സ്വധാമത്തിലേക്ക് തിരിച്ചുപോയത്, തഥാ, അപ്പോൾ ഭഗവാന്റെ ആ സ്വധാമഗമനം എപ്പോൾ ഉണ്ടായോ അപ്പോഴാണ് കലി ലോകം ആവിശൽ, കലി ഈ ലോകത്തിലേക്ക് പ്രവേശിച്ചത്. അപ്പോൾ യത്ത് ജനഹ പാപേ രമത്തെ, യാതൊന്നിൽ ജനങ്ങൾ പാപത്തിൽ രമിക്കുന്നു അല്ലെങ്കിൽ സന്തോഷിക്കുന്നു. ഭഗവാനായ വിഷ്ണുവിൻ്റെ പ്രകാശാത്മകമായ സ്വരൂപം ശ്രീകൃഷ്ണൻ. ആ ശ്രീകൃഷ്ണൻ 125 വർഷക്കാലം കൽത്തുറുങ്കിനകത്തമ്മ കണി കണ്ട ദിനം മുതൽ കാട്ടാളനെയ്ത കണയാൽ കാൽപാദം വിണ്ട നാൾ വരെ 125 വർഷക്കാലം എന്നാണ്, മനുഷ്യവർഷക്കാലം. അത്രയും കാലം ഭഗവാൻ ഇവിടെ വിവിധങ്ങളായിട്ടുള്ള ലീലകളാടി. അതിനുശേഷം ഭഗവാൻ സ്വധാമത്തിലേക്ക് ദിവം ഗത, സ്വധാമത്തിലേക്ക് തിരിച്ചു പോയപ്പോൾ കലി ലോകത്തിൽ പ്രവേശിച്ചു. പരീക്ഷത്തിനത് അറിയാത്തതല്ല, ആ കലിയെ നിയന്ത്രിച്ച ആളാണ് പരീക്ഷത്തിന് മുമ്പിലിരുന്നാണ് ശ്രീ ശിവബ്രഹ്മർഷി കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ കലിപ്രവേശത്തെ അറിയാനുള്ള ലക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? ജനങ്ങൾ പാപത്തിൽ രമിക്കുന്നവരായി മാറും, പാപകർമ്മത്തിൽ താല്പര്യമുള്ളവരാവും. പുണ്യത്തിലല്ല താല്പര്യം അവർക്ക് പാപത്തിലായിരിക്കും എപ്പോഴും താല്പര്യം എന്ന് കാണിക്കുന്നു. യാവൽ സ പാദപത്മാഭ്യാം സ്പൃശന്നാസ്തേ രമാപതി താവൽ കലിർവൈ പൃഥിവിം പരാക്രാന്തും ന ചാശകൽ. സ രമാപതി, ആ ശ്രീപതി, ആ ഏകാക്ഷരീപതി, ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ ലക്ഷ്മീകാന്തൻ പാദപത്മാഭ്യാം സ്പൃശൻ യാവത് ആസ്തേ സ്മ. പാദപത്മം, താമരപ്പൂ പോലുള്ള തൻ്റെ കാലുകൊണ്ട് സ്പർശിക്കുന്നവനായിട്ട് ഏതുവരെ ഇരുന്നുവോ, ഈ ഭൂമിയിൽ ഭഗവാൻ തൻ്റെ പാദങ്ങളെ സ്പർശിച്ച് എത്ര കാലം ഇരുന്നുവോ, താവത് കലി, അതുവരെ കലി പൃഥിവീം പരാക്രാന്തും, ഈ ഭൂമിയെ ആക്രമിക്കാനായിട്ട്, പരാക്രമം കാണിക്കാനായിട്ട് നച അശകൽ, ഒരിക്കലും ശക്തനായില്ല എന്നാണ്. സപ്തർഷികൾ മകം നക്ഷത്രത്തോട് ചേർന്ന് സഞ്ചരിക്കുന്ന കാലത്തിൽ കലിയുഗം ആരംഭിച്ചു. പക്ഷേ ശ്രീപതിയായിരിക്കുന്ന ഐശ്വര്യസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ എത്ര കാലം ഈ ഭൂമിയിലുണ്ടായിരുന്നുവോ, എത്ര കാലം ആ പാദാരവിന്ദങ്ങൾ ഭൂമിയിൽ സ്പർശിച്ചുവോ, ഈ ലോകത്തിൽ ഭഗവാൻ ഉണ്ടായിരുന്നുവോ, അല്ലെങ്കിൽ തൻ്റെ സ്വരൂപത്തെ ലോകത്തിന് കാണിച്ചു കൊടുത്തുവോ. ഭഗവാൻ ഇല്ലാത്ത ഒരു സമയമില്ല, പക്ഷേ ലോകത്തിന് തൻ്റെ മായാതിരശീല മാറ്റി കാണിച്ചു കൊടുത്തു ഭഗവാൻ ആ രൂപം എന്നാണ്. ആ രൂപം മങ്ങും വരെ, അല്ലെങ്കിൽ അത് ഇവിടുന്ന് നമ്മുടെ ദൃഷ്ടിഗോചരമല്ലാതെയാകുന്നത് വരെ കലിക്ക് ഭൂമിയിൽ വസിക്കുന്ന ജനങ്ങളുടെ നേരെ തൻ്റെ പരാക്രമം കാണിക്കാൻ സാധിച്ചില്ല. ശ്രീകൃഷ്ണമൂർത്തിയുടെ ആ ഭഗവാന്റെ സ്വധാമഗമനം മുതൽ കലിയുടെ പ്രഭാവം ലോകത്തിൽ കണ്ടു തുടങ്ങി. അതുകൊണ്ട് കലിയുഗം ആരംഭിച്ചത് ആ ഭഗവാന്റെ സ്വധാമഗമനത്തിനു ശേഷമാണ്. അന്നു മുതൽ കലി ആരംഭിച്ചു എന്ന് ഉറപ്പിക്കൂ എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഇന്ന് സമർപ്പിക്കുന്നത്. 30-ാമത്തെ ശ്ലോകത്തോടുകൂടി ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. 31-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിയിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു
ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.
സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.